ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. അതായത് ഇത് ന്യൂസിലാൻഡ് വ്ളോഗ് 2 ആണ്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പറ്റി. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട വ്യൂസാണിത്. ഇന്ത്യയിൽ നിന്ന് കൊല്ലാലംപൂർ വരെയുള്ള ട്രാവലിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോകളൊക്കെയാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഒരു വണ്ടർഫുൾ വ്യൂ ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എയർപ്ലെയിൻ്റെ അകത്ത് ആ മിനി സ്ക്രീനിൽ ജസ്റ്റ് അവിടെ ഇവിടെ എല്ലാം ഒത്തി. സോ ഇറ്റ്സ് ഗുഡ്. മൂവീസ് ഉണ്ടായിരുന്നു, സോങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവർ ഒരു പില്ലോയും പിന്നെ ഒരു ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൾഡൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ പില്ലോ നെക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് രണ്ടെണ്ണം കൂടി യൂട്ടിലൈസ് ആക്കാൻ പറ്റി. പിന്നെ നല്ല സർവീസായിരുന്നു അവരുടെ. എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ വന്ന് എന്നാ വേണമെന്നൊക്കെ ചോദിച്ച് അവർ നല്ല സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. മലേഷ്യ എയർലൈന്. അതിൻ്റെ പുറകെ തന്നെ കഴിക്കാനുള്ളത് വന്നു. അതായത് ഒരു സ്വീറ്റ് ഡെസേർട്ടും പിന്നെ ഒരു വെജിറ്റബിൾസ് എല്ലാം ഉള്ള സലാഡ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം, പിന്നെ ഒരു നോൺ വെജ് മെയിൻ മീൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു കഴിക്കാനുള്ള ഫുഡ് കാണും. അതായത് വല്ല ചിക്കനോ എന്തെങ്കിലും. ഇത് പിന്നെ പീനട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചപ്പാത്തി അല്ല പൊറോട്ട അല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം. അതും പിന്നെ ഇച്ചിരി ചിക്കനും ബിരിയാണിയും പിന്നെ ഇച്ചിരി ഗ്രേവി ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഫുഡ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ. ഇത് കഴിച്ചുകൊണ്ട് നല്ല വ്യൂസും കണ്ടുകൊണ്ട് ആസ്വദിച്ച് കഴിച്ച് തീർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെല്ലെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എയർ ഹോസ്റ്റസ് ഗേൾസ് ആയിരുന്നു പൊതുവേ. ഇതിപ്പം മെയിലായിരുന്നു. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവർ ജ്യൂസ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല സർവീസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മിനി സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് ആറ്റിറ്റ്യൂഡ്, ലൈക്ക് എത്ര ഡിസ്റ്റൻസിലാണ്, ഇനി എത്ര നേരം എടുക്കും നമ്മുടെ ഓക്ലാൻഡ് അല്ലല്ലോ, നമ്മുടെ കൊല്ലാലംപൂർ വരെ എത്താൻ. അപ്പോൾ ഫ്ലൈറ്റ് എവിടെയാണ്, എങ്ങനെയാണ്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ആ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന മുമ്പിൽ തന്നെ ഉള്ള ഒരു മിനി സ്ക്രീനിനകത്ത് ഇത് കാണിക്കുന്നതായിരിക്കും. എത്ര മണിക്കൂർ എടുക്കും അവിടെ എത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അതിനകത്ത് എല്ലാ ഡീറ്റെയിലും കവറാവുന്നതായിരിക്കും. ഇതാണ് അതിനകത്ത് ആ വീഡിയോയിൽ വന്നുകൊണ്ടിരുന്ന വ്യൂസ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുല്ലാലംപൂരിലെത്തിയ ഉടനെ നല്ല ക്ലൈമറ്റിൽ മാറ്റം കാണുന്നുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പിന്നെ എൻ്റേത് വിൻഡോ സീറ്റായിരുന്ന കാരണം എല്ലാ വ്യൂസ് ക്യാച്ച് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇത് നമ്മുടെ ട്രോലി ആയിട്ട് ലൈക്ക് ബാഗെല്ലാം ഒരു ഷിഫ്റ്റിനകത്ത് അങ്ങോട്ട് ലൈക്ക് അവരെങ്ങനെ ഷിഫ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റി. വളരെ കെയർഫുള്ളായിട്ട് ഈച്ച് ആൻഡ് എവറി ബാഗിനെ അവർ ഓർഗനൈസ്ഡായിട്ട് എടുത്ത് കെയർഫുള്ളായിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യൂവും കൂടെ എനിക്ക് ആ ഒരു വിൻഡോ സീറ്റിലിരുന്ന കാരണം എനിക്ക് ക്യാപ്ചർ ആക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. മലേഷ്യയിൽ കൊല്ലാലംപൂരിൽ നിന്ന് നെക്സ്റ്റ് ഇനി ഓക്ലാൻഡിലോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് പിടിക്കുന്ന ഒരു ചാട്ടമായിരുന്നു. സോ എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് ബസ് പിടിക്കാനുണ്ടായിരുന്നു. സോ ഐ ക്യാച്ച് ദ ബസ് ആൻഡ് അവിടെ അടുത്ത ഫ്ലൈറ്റ് ഉള്ള അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെയും കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഓക്ലാൻഡിലോട്ടുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് അവിടെ പോയത്. ഇപ്പം നെക്സ്റ്റ് ഞങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് എയറോപ്ലെയിനകത്ത് കയറി. ലൈക്ക് ദിസ് ഈസ് മലേഷ്യ കൊല്ലാലംപൂരിൽ നിന്ന് നമ്മുടെ ഓക്ലാൻഡിലോട്ടുള്ള ഒരു ട്രാവലാണ്. അതിൻ്റെ ഇടയ്ക്ക് എയർ ഹോസ്റ്റേഴ്സ് കുറേ അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ അവർ ചെയ്തു. സോ എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ അവരുടെ ഡ്രസ്സും അവരുടെ ഭംഗിയും അവരുടെ ഹെയർ സ്റ്റൈലും നോക്കി ഞാൻ വായ്പൊളിച്ചിരുന്നു. ഈ എന്തെങ്കിലും എയറോപ്ലെയിൻ എന്തെങ്കിലും വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ ഞാൻ ഗോപി ആയിരുന്നേനെ. എനിവേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഗുഡ്. അപ്പോൾ ഇവരുടെ എല്ലാ ഇൻസ്ട്രക്ഷനും കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് അടുത്ത സെക്ഷൻ വന്നത്, കഴിക്കാനുള്ളത്. അതായത് കുടിക്കുന്ന ജ്യൂസും പിന്നെ നമുക്ക് കഴിക്കാൻ ഒരു സോൾട്ടഡ് പീനട്ട് വിത്ത് മൂവി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ് ജ്യൂസ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് തീരുന്ന മുമ്പ് തന്നെ അടുത്ത ഫുഡ് ഐറ്റം വന്നു, അതായത് ഡിന്നർ. ഇത് ഒരു ലൈക്ക് സോസേജ് ഇട്ട ഒരു സാൻഡ്വിച്ചും പിന്നെ
ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു റെഡ് വൈൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ, നല്ല കയ്പ്പായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, അതായത് ചോറ്, ഇച്ചിരി ചിക്കൻ കറി, പിന്നെ ഒരു വെജിറ്റബിൾ സാഗു. ഇതായിരുന്നു അവിടുത്തെ മലേഷ്യ കൊല്ലാലംപൂരിൽ നിന്ന് ഓക്ലാൻഡിലോട്ടുള്ളപ്പോൾ കൊടുത്ത ഫുഡ്. മൂവിയും കണ്ടുകൊണ്ട് അത് കഴിച്ച് തീർത്തു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഫീലിംഗ് ലൈക്ക് ക്ഷീണമായിരുന്നു. സോ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. സോ ഗെറ്റ് റെഡി ഫോർ സ്ലീപ്പ്. അങ്ങനെ എല്ലാം പുതച്ച് മൂടി നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്ന മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എവിടെയാണെന്ന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ഇനി നമ്മൾ ഓസ്ട്രേലിയ കൂടെയാണ് പോകുന്നത് മുകളിൽ. സോ അതെല്ലാം കണ്ട് ജസ്റ്റ് ആ വ്യൂ എല്ലാം ആസ്വദിച്ചിട്ട് ഓക്ലാൻഡിലോട്ടുള്ള ഡെസ്റ്റിനേഷൻ കണ്ണടച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും വെച്ചുകൊണ്ട് നമ്മുടെ ഹെയർ ഹോസ്റ്റസ് വന്നു. മുഖം പോലും ശരിക്കും കഴുകാൻ പറ്റിയില്ല. അവർ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് ഫുഡെല്ലാം തന്നു. അപ്പോൾ ഫുഡും കഴിച്ച് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉറക്കക്ഷീണം കൊണ്ട് എനിവേ വിൽ ഹാവ് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബന്നും ബട്ടറും ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ യോഗാട്ട് ഉണ്ടായിരുന്നു. അത് ഫ്ലേവേർഡ് ആയിരുന്നു, സ്ട്രോബെറി യോഗാട്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സ്വീറ്റായിട്ടില്ല, ലൈക്ക് നല്ലൊരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ പറ്റിയ എല്ലാ വിധത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ല ഒരു സർവീസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ അതിനകത്ത് സംതിങ് ലൈക്ക് പൊറോട്ട ടൈപ്പ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ നമ്മൾ നോക്കുമ്പോൾ ഇനി എത്ര നേരം എടുക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സമയമായി, വി ഹാവ് ടു ലീവ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഒരു മാതിരി ഇനിയിപ്പോൾ അടുക്കാറായിരുന്നു. കൊല്ലാലംപൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ഇനിയിപ്പോൾ നമ്മുടെ ഓക്ലാൻഡ് എത്താറായപ്പോഴത്തേക്ക് ഇനി എല്ലാം ഗെറ്റ് റെഡി. ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട് കിട്ടി എനിക്ക്. പിന്നെ അവളുടെ കൂടെയായിരുന്നു യാത്ര. ഇതിപ്പോൾ ഓക്ലാൻഡിലെത്തി. ഓക്ലാൻഡിൽ നിന്ന് ഇനി നമ്മൾക്ക് ബാഗ് കളക്ട് ആക്കണം, ഇമിഗ്രേഷൻ ക്ലിയർ ആക്കണം, പിന്നെ ഡിക്ലറേഷൻ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു. പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അങ്ങനെ അത് മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പോയി. എന്നിട്ട് നമ്മൾ ബാഗ് ക്ലെയിം ആക്കാൻ പോയി. ബാഗ് ക്ലെയിം ആക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാഗ് ക്ലെയിം എന്ന് പറയുന്ന ആ ഏരിയയിലായിരുന്നു. സോ അവിടെ ചെന്നിട്ട് ട്രോളി എടുത്ത് നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ പട്ടിക്കുട്ടി വന്നായിരുന്നു. പട്ടി മണക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇനി നോൺ വെജിറ്റേറിയൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, അതോ ബോംബുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. സോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ ട്രോളിയിൽ വലിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ബാഗെല്ലാം കളക്റ്റാക്കാൻ വേണ്ടി നമ്മൾ ബാഗ് ക്ലൈമിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഒരു ബ്ലൂ കളർ ബാഗ് കണ്ടുവരുന്നത്. യെസ്, ദിസ് ഈസ് മൈ ബാഗ്. അപ്പോൾ ഈ ബാഗെല്ലാം എടുത്ത് കളക്റ്റാക്കി ഇനിയിപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഫുഡ് ഐറ്റംസ് അതോ പൗഡേഴ്സ് എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ നമ്മളതെല്ലാം ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് പോകേണ്ടത് മെയിൻ പാമസ്റ്റർ നോർത്തിലോട്ടായിരുന്നു. സോ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ ഞാൻ എൻ്റെ എല്ലാ വിധത്തിലും ബാഗെല്ലാം അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഈ പാമസ്റ്റർ നോർത്തിലേക്ക് പോകാനുള്ള വഴിയാണിത്. ഇതാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ. ഈ ഗ്രീൻ കളർ ലൈന് ഫോളോ ചെയ്തുകൊണ്ട് പോകുക. ഇത് എൻഡാവുന്നതാണ് ഡൊമസ്റ്റിക് ടെർമിനൽ. അവിടെയാണ് നമ്മുടെ പാമസ്റ്റർ നോർത്തിലേക്കുള്ള ടിക്കറ്റ്. സോ അവിടെ നിന്നാണ് എനിക്ക് പോകേണ്ടത്. ഇത് ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോയാൽ മതി. ഡൊമസ്റ്റിക് ടെർമിനൽ കണ്ടോ, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഫോളോ ദ ലൈൻ, അത്രേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് അവിടെ പോയി എത്തുന്നതായിരിക്കും.
അവിടെ ഡൊമസ്റ്റിക്കിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ ഫോട്ടോ ആണിത്. പിന്നെ ഇതിൻ്റെ ഇനി ഇൻസൈഡിൽ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു ആയിട്ട്, എല്ലാം നല്ല വിധത്തിൽ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡോനറ്റ്സ് കണ്ടപ്പം ഒന്ന് ചാരി. അപ്പോൾ ഡോനറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഇവിടെ എല്ലാം കറങ്ങി നടന്നു. ഇത് നമ്മൾ മാഗസീനാണ്, ബോറടിക്കുമ്പോൾ ഇരുന്ന് വായിക്കാം. പിന്നെ ബാത്റൂമിലെല്ലാം പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പം അടിപൊളിയായിരുന്നു, എല്ലാം വൃത്തിയും മെനയായിട്ട് നല്ല സൂപ്പർബായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് അവിടെ നിന്ന് നമ്മുടെ പോകാനുള്ള ടൈമായിരുന്നു പാമസ്റ്റോർ നോർത്തിലേക്ക്. സോ അവിടെ പോയി ക്യൂ നിന്നിട്ട് ഇനി നെക്സ്റ്റ് ഞാൻ പാമസ്റ്റോർ നോർത്തിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുന്ന തിരക്കിലായിരുന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റ്. യെസ്, ഇനിയിപ്പോൾ നമ്മൾ പാമസ്റ്റോർ നോർത്തിലേക്ക് ഫ്ലൈ ചെയ്യാം. ഹലോ, ഇതാണ് നമ്മുടെ പാമസ്റ്റോർ നോർത്തിലേക്ക് പോകാനുള്ള വണ്ടി. അതായത് ഫ്ലൈറ്റ്. ഒരു ടോയ് പോലെ ഉണ്ടായിരുന്നു, ചെറിയ സൈസായിരുന്നു കേട്ടോ. മറ്റേ മലേഷ്യേനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ടോയുടെ അകത്ത് കളിക്കുന്നതിനകത്ത് ഇരിക്കുന്നത് പോലെ ഫീൽ ഉണ്ടായിരുന്നു. ഇതാണ് ഇൻസൈഡ്, രണ്ട് സീറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ടോയുടെ അകത്ത് ഇരിക്കുന്നത് പോലെ ആ ഒരു ഫീലായിരുന്നു. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് സെർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്ന് ചെല്ലപ്പോൾ എൻ്റെ സീറ്റിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ ഓൾറെഡി ഒരാളുണ്ടായിരുന്നു. സോ അവരോട് ഹായ് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടുള്ള വ്യൂ ആയിരുന്നു, ഫോട്ടോസൊക്കെ ആയിരുന്നു. കുറച്ച് നേരം ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ ഇത്. നല്ലൊരു ഭംഗിയുള്ള വ്യൂ. ഇത് കണ്ടില്ലേ, നല്ല ക്ലൗഡൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. ഐസ്ക്രീം എന്ന് പറയുന്നത്, എൻ്റെ മോള് പറയുന്നത് ഐസ്ക്രീം അതുപോലെ ഉണ്ടായിരുന്നു. നല്ല ഫീലായിരുന്നു, നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു ചായയും കോംപ്ലിമെൻ്ററി ആയിട്ട് ഞങ്ങൾക്കൊരു സ്നാക്സും കിട്ടി. അത് കഴിച്ചു. അതിനകത്തുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ വായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ഫോട്ടോ സെക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ പാമസ്റ്റോർ നോർത്തിൽ എത്താറാകുമ്പോഴത്തേക്കുള്ള വ്യൂ ആണിതൊക്കെ. ഇത് നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ലൈക്ക് എല്ലാം ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻജോയ് ചെയ്തുകൊണ്ട് ഞാനിപ്പം ഇനി വിത്തിൻ ഒരു 10-15 മിനിറ്റ്സിൽ ഞാൻ അവിടെ പാമസ്റ്റോർ നോർത്തിൽ റീച്ച് ആകുന്നതായിരിക്കും. പാമസ്റ്റോർ നോർത്തിൽ റീച്ചായി. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതാണ് പാമസ്റ്റോർ നോർത്തിലെ എയർപോർട്ട്. നല്ല തണുപ്പായിരുന്നു, നല്ല കാറ്റായിരുന്നു. ഫസ്റ്റ് ഡേ ആയിരുന്ന കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിവേ കുഴപ്പമില്ല, വി ഹാവ് ടു അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജാക്കറ്റ് 2-3 ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ബട്ട് സ്റ്റിൽ തണുപ്പുണ്ടായിരുന്നു. തേർമൽസ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ടോപ്പ്, അതിൻ്റെ മുകളിൽ 2-3 ജാക്കറ്റ്സ്, പിന്നെ ജീൻസ് ആയിരുന്നു. സോ കുഴപ്പമില്ല, അഡ്ജസ്റ്റായി. പിന്നെ ഞങ്ങൾ എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. നെക്സ്റ്റ് എൻ്റെ 3 ബാഗ് എനിക്ക് കളക്ട് ആക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏജൻറ്റിൽ നിന്ന് ഒരാൾ വരും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഒരു ദിവസം ഹോസ്റ്റലിൽ ഒരു ദിവസം നിന്നിട്ട് പിന്നെ നമുക്ക് കോളേജിൻ്റെ അക്കോമഡേഷനാണ്. സോ ഞാൻ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ ഒരു ഇത് കാണുന്നില്ലേ, യെസ്, ഇതിനകത്താണ് ബാഗ് വരുന്നത്. ഇവിടെ ബാഗ് എടുത്തിട്ട് ഞാൻ വെയിറ്റിംഗ് ഫോർ മൈ ഏജൻറ്റ്
ആര് വന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ഇത് ആ ചുറ്റുവട്ടത്ത്, ഇതൊരു ചെറിയ എയർപോർട്ടാണ്, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വ്യൂ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഏജൻറ്റ് വന്നു. സോ അവരുടെ കൂടെ ഞാൻ ഒരു ദിവസത്തെ സ്റ്റേ അക്കോമഡേഷൻ അവർ അറേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. 16th 17th തൊട്ടാണ് എനിക്ക് കോളേജിൽ. സോ ഒരു ദിവസത്തെ അക്കോമഡേഷനാണ് ഇനി ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ രണ്ടും ഓൾറെഡി ഒരു 5-6 പെണ്ണുങ്ങളുണ്ടായിരുന്നു എന്നെ പോലെ തന്നെ വന്നവർ. അവരുടെ കൂടെ ഞാൻ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്തു. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.